അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് നേരെ കിച്ചണിലോട്ട് പോവുകയാണ്. ബേബി നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ. അങ്ങനെ നമ്മൾ കിച്ചണിലോട്ട് പോവുകയാണ്. കാരണം ബിരിയാണി വെക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടാണ് ചേട്ടൻ പോയത്. അങ്ങനെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ അവിടെ കട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു ബിരിയാണിയൊക്കെ. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് സർപ്രൈസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ബിരിയാണി ഞാൻ റെസിപ്പി യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു കോഴിക്കോടൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. മലബാർ ബിരിയാണിയോ കോഴിക്കോടൻ ബിരിയാണിയോ അങ്ങനെ എന്തോ ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ വെക്കുന്ന പോലെയല്ല, വേറൊരു ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ അത് വെച്ചപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അന്ന് നമ്മൾ ജീരകശാല റൈസിലല്ല വെച്ചത്, ബസ്മതി റൈസിലാണ് വെച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ശരിക്കും അത് ജീരകശാലയാണ് വെക്കേണ്ടത് കേട്ടോ റൈസ്. പക്ഷെ അന്ന് ബസ്മതി റൈസിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എസൻസ് ഒന്നും ഒഴിക്കാതെ തന്നെ നല്ല മണവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദം ചെയ്യാനായിട്ട് ഇന്ന് വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിലൊരു ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. മൈദ കുറച്ചേ ഞാൻ കുഴച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വേറെ കുഴയ്ക്കാനുള്ള മടി കൊണ്ട് ഇച്ചിരി ലേശം ഒരു ഒരൊട്ടൽ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഇങ്ങനെ ചെറുതായിട്ടൊരു വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അടിയിൽ. അപ്പോൾ 20 മിനിറ്റാണ് നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ വേവിക്കാതെയാണ് വെക്കുന്നത്. അപ്പോൾ അതിനടിയിൽ കിടന്ന തിളപ്പോട് കൂടി വേണം വേവാനായിട്ട്. അപ്പോൾ ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയതാവാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. പക്ഷേ എന്തോ അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, വറ്റാനുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാലും നമ്മൾ അന്ന് വെച്ചതിൻ്റെ അത്ര ശരിയൊന്നും ആയില്ല ബിരിയാണി. അപ്പോൾ ഈ ബിരിയാണിയുടെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ ഞാൻ ഇനി ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ബിരിയാണി ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ ഞാൻ ഇനി ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാമേ. പിന്നെ വൈകുന്നേരം നമുക്ക് അയാൻ ബേബിക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു. ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് നമ്മൾ തിരിച്ച് ശിവഗിരി വഴിയാണ് വന്നത്. അതിൻ്റെ ആർച്ചൊക്കെയാണ് കേട്ടോ കാണുന്നത്, മഞ്ഞ ആർച്ച്. നമ്മൾ ജംഗ്ഷൻ്റെ അവിടെ വർക്കല തൊട്ടേ ഉണ്ട്, എവിടെ തൊട്ടൊക്കെ ഉണ്ട് ആർച്ച്. നമ്മൾ ആർച്ചൊക്കെ കയറി ഇങ്ങനെ ശിവഗിരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ബാക്കിലിരുന്ന്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഫ്രണ്ട് ഇരിക്കുകയല്ലേ എന്തായാലും വീഡിയോ എടുത്തെന്ന് പറഞ്ഞിട്ട് ഫോണും കൊടുത്ത്. പിന്നെ ഇതാണ് മെയിൻ ആർച്ച്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ആണ് എങ്ങനെ പോകുന്നത് താഴോട്ട്. ഇവിടുന്ന് കുറച്ച് താഴോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് വർണ്ണശബളമായ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ഇഷ്ടംപോലെ തിരക്കുണ്ടായിരുന്നു. ശരിക്കും 30, 31 തീയതികളിലാണ് നമുക്ക് ഉത്സവം ഉള്ളത്, അതായത് നടക്കുന്നത്. പക്ഷേ അതിനൊക്കെ ഒരുപാട് മുന്നേ ആൾക്കാർ വരും. പിന്നെ കടകളൊക്കെ കാണും, ഇതുപോലെ സംഭവങ്ങളൊക്കെ കാണും. പിന്നെ കുഞ്ഞിനെ കൊണ്ട് എന്തായാലും പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ലൈറ്റൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതുവഴി തന്നെയാണ്. തക്കം കിട്ടി ഒന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ പാർക്ക് ചെയ്യാൻ അവിടെ സ്ഥലമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നു വരാനേ പറ്റത്തുള്ളൂ, കാരണം അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പറയാൻ വേണ്ട, ഇഷ്ടം പോലെ തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയൊന്നുമില്ല. കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇല്ലായിരുന്നു. നമ്മൾ സ്കൂട്ടറിലൊക്കെയാണ് വരുന്നതെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണുകയൊക്കെ ചെയ്യാം. പക്ഷേ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കുറവാണ്. സൗകര്യമുണ്ട്, എന്നാലും ആ സ്ഥലത്ത് മൊത്തം പാർക്കിങ് ഉണ്ട്, കാർ ഓൾറെഡി കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. അതവിടുത്തെ ആ ലൈറ്റ് കാണുന്നത് പുതിയ ഓഡിറ്റോറിയമാണ്. അത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു നമ്മൾ പോയേണ്ടെന്ന്, പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ അവിടെ ഫ്രണ്ടിലൊരു വലിയ ആലുണ്ട്, പോയിട്ടുള്ളവർക്കറിയാം. ഫ്രണ്ടിലൊരു വലിയ ആലുണ്ട്, അത് നിറച്ച് ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് മെയിനായിട്ട്. പിന്നെ നമുക്ക് ലൈറ്റ് കാണാം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയതും വന്നതും ഒന്നും ആളറിഞ്ഞിട്ടില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഓണൊന്നും നല്ല ആക്റ്റീവായിട്ട് കളിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. രാത്രി പിന്നെ നമുക്ക് ഉറക്കം തീരെ കുറവായതുകൊണ്ട് കുഴപ്പമില്ല. പകൽ ഫുള്ള് നമ്മൾ ഉറങ്ങിയിട്ട് രാത്രി നമ്മൾ ഉറക്കം ഒഴിഞ്ഞ് പ്രതിഷേധിക്കും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. പറയൂ, അടിയോ അടിയോ.
ഗൈസ് നിർബന്ധമാണ്. വീഡിയോ എടുക്കുന്ന എല്ലാരും കാണട്ടെ.